ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടാട്ടമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫ് കുക്കറിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടുന്നത് വരെ മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് മിക്സാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1/4 ഭാഗം വേവിച്ചെടുക്കാം. എനിക്കിത് 4 വിസിലായപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ കുക്കറിൻ്റെ വലിപ്പത്തിനനുസരിച്ചും ഇറച്ചിയുടെ മൂപ്പിനനുസരിച്ചും വേവിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ബീഫ് ഈ വെള്ളത്തിലൊന്നും കോരിയെടുക്കാം. അങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബീഫ് ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ച് വെക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, 2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ടെടുക്കാം. 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഇനി വേണ്ടത് കോഴിമുട്ടയാണ്. 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നല്ലപോലെ ബീഫ് കുഴച്ചെടുക്കണം. ഉടഞ്ഞു പോവാത്ത രീതിയിൽ കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ബീഫ് ഇതിലേക്ക് വെച്ചെടുക്കാം. അടിഭാഗം മുരിഞ്ഞു വന്നാൽ മറിച്ചിട്ടെടുക്കാം. രണ്ട് ഭാഗം മുരിഞ്ഞു വന്നാൽ ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ 2 ട്രിപ്പായിട്ട് ബീഫ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഓയിലിലേക്ക് 200 ഗ്രാം അളവിൽ ചെറിയുള്ളി കട്ട് ചെയ്തെടുത്താണ് ഇട്ടെടുക്കുന്നത്. ഏകദേശം 1 കപ്പോളം ചെറിയുള്ളിയാണ് ഉള്ളത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഉള്ളി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുക്കാം. ഇതെല്ലാം കൂട്ടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ബീഫ് കൊണ്ടാട്ടം ആയതുകൊണ്ട് തന്നെ നല്ല സ്പൈസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചില്ലി ഫ്ലെക്സ് ഒക്കെ കൂടുതലായിട്ട് ഇട്ടെടുത്തത്. ഇങ്ങനെ നല്ല എരിവുണ്ടാകുമ്പോഴാണ് ബീഫ് കൊണ്ടാട്ടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്രയ്ക്ക് സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അളവ് കുറച്ചെടുത്താൽ മതി. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചില്ലി ഫ്ലെക്സ് ഇതിന് മുകളിലായിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്